ടു കോമഡി മാസ്റ്റേഴ്സ്. എവിടെ നിന്ന് വരുന്നു അഖിൽ? ഞാൻ നോർത്ത് പറവൂർ വള്ളുവള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് വരുന്നു. ഓക്കെ. ഞാൻ പാലക്കാട് വെള്ളോലി എന്ന് പറഞ്ഞ സ്ഥലം. അപ്പം എന്ത് ചെയ്യുന്നു ചേട്ടൻ? ഞാൻ ഇവന്റ് മാനേജ്മെന്റ് ആണ്, കോർഡിനേറ്റർ കൂടിയാണ്. ഇവന്റ്സ് മാനേജ് ചെയ്യും. കോർഡിനേറ്റും ചെയ്യും, ഞാൻ പ്രോഗ്രാമും ചെയ്യും. അങ്ങനെയാണല്ലേ? രണ്ടും ചെയ്യും. ഓക്കെ. ഞാൻ ഒരു AC മെക്കാനിക്കായിട്ട് വർക്ക് ചെയ്യുന്നു കാക്കനാട്. ചൂട് വന്നാൽ തണുപ്പ് നൽകുന്ന ആളാണ്. എല്ലാവരും തണുപ്പിക്കണ. അതെ, എല്ലാവരും തണുപ്പിക്കും. എന്താണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് രണ്ടുപേരും? ഞാനിന്ന് ലാലേട്ടന്റെ ഒരു പാട്ടാണ്. ഓക്കെ. ഞാൻ സുരേഷ് ഗോപി ചേട്ടന്റെ ലൈവ് വോയിസ്. ശരി, ഓക്കെ. അപ്പൊ നമുക്ക് സോങ്ങിൽ തുടങ്ങാം അല്ലെ? ലാലേട്ടന്റെ സോങ്ങിൽ തുടങ്ങാം. പാട്ടായിക്കോട്ടെ. റെഡി? അപ്പൊ നമുക്ക് സുരേഷ് ചേട്ടന്റെ ലൈവ് വോയിസ്. പുല്ല എന്ന് വിളിച്ചപ്പോഴും സിനിമയിൽ ഒന്ന് തെറി വിളിച്ചപ്പോഴും ഒരു കാര്യം, വിവേചന ബുദ്ധി നമുക്ക് നന്നായിട്ട് വേണം. അതാരെ വിളിച്ചു, എന്ത് കോൺടെസ്റ്റിൽ വിളിച്ചു അല്ലേ? ഒരു നല്ല അച്ഛൻ്റെ മുഖത്ത് നോക്കി നമുക്ക് തെറി വിളിക്കാൻ പറ്റുമോ? മറിച്ച് ഒരു കുടിയനായ ഒരു അച്ഛൻ സ്വന്തം അമ്മയും പെങ്ങളെയും നടുപടിച്ചൊടിക്കുമ്പോൾ ഇതിനപ്പുറത്തുള്ള തെറി വിളിക്കണം. പറ്റിയാൽ കൂമ്പിനിട്ട് 2 ഇടിയും കൊടുക്കണം അല്ലേ? അടുത്തായിട്ട് നമ്മുടെ ജിനു ജോസഫ് CIA എന്ന് പറഞ്ഞ സിനിമയിലെ ഒരു ഡയലോഗ്. എടാ, ഇങ്ങനെ ഞാനും ഇരുന്നിട്ടുണ്ട് പണ്ട് 97 റബ്ബറിന്റെ വില 24 രൂപയപ്പോൾ വീടിന്റെ മുറ്റത്തടന്ന 3-4 വണ്ടികൾ ബാങ്കുകാരും ഉണ്ട്. പ്രേമിച്ച പെണ്ണിനെ വല്ല നാട്ടുകാരനും കെട്ടിക്കൊണ്ടുപോയി. അവളിവിടെ എവിടെയോ കാലിഫോർണിയ എവിടെയാണ്. എന്നിട്ട് തോറ്റോടാ ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് നല്ല അന്തസ്സായിട്ടല്ലേ ജീവിക്കുന്നേ. നീ ജയിച്ചടാ മോനെ. അപ്പൊ അടുത്തായിട്ട് നമ്മുടെ പക്രു ചേട്ടന്റെ വോയിസ് ആണ്. ഒരു സ്പോട്ട് ഡബിങ് കഴിഞ്ഞിട്ട് കമന്റ് പറയുന്ന ഒരു ഡയലോഗ്. പക്രു ചേട്ടന്റെ മുമ്പിൽ ചെയ്യാൻ പറ്റിയത് വളരെ വലിയ ഭാഗ്യം. നല്ല ബേസ് പിടിച്ചോ. ഞാൻ പറഞ്ഞു അടിച്ചു പോകരുത്, സൂക്ഷിച്ച്. ഇല്ല. ഒരു ജില്ലൻ പ്രകടനമായിരുന്നു. ഒരു സ്പോട്ട് ഡബിങ് കണ്ടിട്ട് കോരിത്തരിച്ച എന്ന് പറയില്ലേ, മോനെ കിടിലോസ്കി ആയിരുന്നു. ശിവദാസേ പോരുന്നു എൻ്റെ കൂടെ. എങ്ങനെയുണ്ടായിരുന്നു ചേട്ടാ? അല്ല, ഞാനല്ലല്ലോ പറയട്ടെ, നിങ്ങളല്ലേ പറയുന്നത്. ഞാൻ പറഞ്ഞു കിഡിലോസ്കി ആയിരുന്നു. നന്നായിരുന്നു കേട്ടോ. നന്നായിരുന്നു എന്നൊക്കെ പറയുന്ന സമയത്ത് അവനൊരു ബേസ് അവൻ ആ ടോൺ മാറ്റി പിടിക്കാൻ നോക്കണം. അതെ, എന്താ പറയാ, മനഃപൂർവ്വം അവനൊരു കുറച്ച് തിലകചേരനാകാനായിട്ടുള്ള ശ്രമം. അത് വേണ്ട, നീ ഒറിജിനൽ വോയിസ് തന്നെ പറഞ്ഞാൽ മതി. അപ്പം അടുത്തത് നമ്മള് രാജമാണിക്യം സിനിമയ്ക്കകത്ത് പ്രത്യേകത ട്രിവാൻഡ്രം സ്ലാങ് മമ്മൂക്ക വളരെ മനോഹരമായിട്ട് പ്രസന്റ് ചെയ്തു. അത് മമ്മൂക്ക അനുകരിക്കാൻ എനിക്ക് അറിയില്ല. അതിലൊരു നല്ലൊരു ഡയലോഗ് ഞാൻ ആദ്യം പ്രസന്റ് ചെയ്യാം, എന്നിട്ട് അത് വേറൊന്നിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യാം. ഓക്കെ? ശരി. ഈ ചോദ്യം ഞാൻ ആദ്യമായിട്ടേക്കണത് ഒരു പാതിരാത്രിക്ക് മണ്ണീർവാതിൽ മുട്ടിപ്പോഴാണ്. നീ ആരാണ്, നിനക്ക് എന്തിന് വേണമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ അമ്മയെ കാണണമെന്ന്. അപ്പം അമ്മ പറഞ്ഞു അങ്ങനെ ഒരു മകനില്ല എന്ന്. അതോടെ തീർന്നു എല്ലാം. എന്തിനു നോക്കണത്? ഞാൻ പറഞ്ഞില്ലേ ഈ ഇടപാട്ടിന് നിൽക്കേണ്ടെന്ന്. ഇട്ട പേരാണ് മാണിക്യൻ. വെറും മാണിക്യല്ലേട്ടാ, രായമാണിക്യൻ. ഇത് നമ്മള് എൻ്റെ സ്ഥലമായ പാലക്കാടിലെ ഒരാള് അഭിനയിച്ച. അപ്പൊ പാലക്കാടൻ സ്ലാങ്ങിലേക്ക് ഞാൻ മാറ്റാം. ഓക്കെ? ഓ, അപ്പൊ അതാണ് കാര്യോ. ഈ കൂട്ടം ഞാൻ ആദ്യമായിട്ട് കണ്ട് നട്ടപ്പാതിരിക്ക് ഒരു പാതിരാക്കി മഴ വഴി മുട്ടിയപ്പോഴാണ്. നീ ആരാണ്ടാ ഉണ്ണി നിൽക്കി എന്താണ്ടാ പോകേണ്ടത് കേട്ടു. അപ്പൊ ഞാൻ പറഞ്ഞിക്ക എൻ്റെ അമ്മീനെ കാണണം പറഞ്ഞു. അപ്പൊ ഈ പൊണ്ണ് പറഞ്ഞിക്ക് അമ്മയില്ല, ഓട് പറഞ്ഞു. എന്ത് നോക്കണം തുമ്മുന്ന്. ഞാൻ പറഞ്ഞില്ല ഈ ഇടപാടിന് നിൽക്കണ്ടെന്ന്. ഓ, അപ്പൊ ഇനി നെക്സ്റ്റ് വൺ എന്താണ്? സ്പോട്ട് ഡബിങ് ആണ് നമ്മുടെ സുധീർ പറവൂര്. നമ്മൾ ഇതുവരെ കേട്ടിട്ടൊന്നും തോന്നുന്നില്ല. അത് നമ്മുടെ അമൃത TVയുടെ തന്നെ ഫൺസ് അപ്പോൺ എ ടൈം എന്ന ഒരു പ്രോഗ്രാമിന്റെ ഒരു വിഷ്വൽസ് ആണ്. അപ്പൊ കാണാം. സൂര്യാംശമോരോ വയൽപ്പൂവിലും
വിഷാംശം ഓരോ പഴത്തോണിലും തേച്ചു പിടിപ്പിച്ചുവോ, ഹേമന്ത് തന്നൊരു ഫ്രൂട്ട് സലാഡിൽ കാർബണിന്റെ ഹോർമോണുകൾ. എൻ്റെ വൈഫിൻ്റെ പ്രാർത്ഥന ഒന്നു മാത്രം, ജീവിച്ചിരിക്കുന്നു ഞാൻ ഭൂമിക്ക് ഭാരമായി. അപ്പോ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഇവിടെ പെർഫോം ചെയ്തു. അപ്പൊ ഞാൻ എന്തെങ്കിലും നിങ്ങൾക്ക് അങ്ങോട്ട് തരണ്ടേ? അതല്ലേ അതിന്റെ ഒരു മര്യാദ തീർച്ചയായിട്ടും. അല്ലേ? അപ്പൊ താരത്തിരുമറി അറിയാമായിരിക്കുമല്ലോ അല്ലേ നമുക്ക്? അതായത് ഒരു വോയിസ് ഓവർ ഞങ്ങൾ കേൾപ്പിക്കും. അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ആദ്യം അഖിലിന് തന്നെ കൊടുക്കാം അല്ലേ? അപ്പൊ ഈ വോയിസ് ഓവർ ഒന്ന് കേൾക്കട്ടെ. തീർച്ചയായിട്ടും. ഇതാരാമോനെ ദിനേശായി എരപ്പാളത്തിലോ കാണിച്ച് നീയാ? ഞാൻ പറഞ്ഞിട്ടാ അവന്മാരിത് ചെയ്തു. ഏത് നായിന്റെ മോൻ പറഞ്ഞിട്ട് ചെയ്തതായാലും വേണ്ടില്ല, ഈ സാധനമൊക്കെ കെട്ടിപ്പൊതിഞ്ഞ് പൂവള്ളിയില് എന്റെ തറവാട് അത് അവിടെ എത്തിക്കണം. ഈ ഡയലോഗ് അറിയായിരിക്കുമല്ലോ ലാലേട്ടൻ? ഫേമസ് ആയിട്ടുള്ള ഡയലോഗ് അല്ലേ? അപ്പം ഈ ഡയലോഗ് നമ്മുടെ പക്രു ചേട്ടന്റെ ശബ്ദത്തിൽ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ശ്രമിക്കാം. ഓക്കെ. ആരാ മോളെ ഏർപ്പാളത്തിന് കാണിച്ച്? നീയാ? ഏത് നായിൻ്റെ മോൻ പറഞ്ഞിട്ടാണേലും വേണ്ടില്ല, പൂവള്ളി എൻ്റെ വീടാണ്, അവിടെ എത്തിക്കണം. ഈ പൊട്ടിയതും ചളങ്ങിയത് വീട്ടിലേക്ക് പകരം പുതിയത് വേണം പൂവള്ളിയിലെത്താൻ. കേട്ടോ മോളെ ദിനേശി? ഓ കേട്ടേ. എത്രത്തോളം എൻജോയ് ചെയ്തു? രണ്ടുപേരും എന്താണ് പ്രയത്നത്തിന് ഫലം കണ്ടു. താങ്ക് യു. ഈ സുധീർ പറവൂരിന്റെ പക്ക ഭയങ്കര രസമായിരുന്നു കേട്ടോ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്ക് സുധീറിന്റെ വോയിസ് ആദ്യമായിട്ടാണ് ഒരു മിമിക്രി ആർട്ടിസ്റ്റ് അനുകരിച്ചിട്ട് കാണുന്നത്. നന്നായിരുന്നു. അദ്ദേഹം പാലക്കാടാണ്. പണ്ട് ഞങ്ങളുടെ ഷോ ഒക്കെ കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ട്. നന്നായിരുന്നു രണ്ടുപേരും പെർഫോമൻസ്. ആദ്യം ശിവദാസിലേക്ക് വരാം. ഉഗ്രനായിരുന്നു. താങ്ക് യു. അത് സുരേഷ് ഏട്ടൻ്റെ ഡയലോഗ്, അതുപോലെ ഇപ്പൊ ലാസ്റ്റ് സംഭവം ചെയ്തില്ലേ രാജമാണിക്യം. ഡയലോഗ് തിരിമറി. അതെ, തിരുമറി. താര തിരിമറി പോലെ ഡയലോഗ് എടുത്തിട്ട് അത് തിരിച്ച് പാലക്കാട്ടിലേക്ക് കൊണ്ടുവരും. അത് നല്ലതായിരുന്നു, രസമായിരുന്നു. താങ്ക് യു. ഇനി അഖിലിലേക്ക് വരാം. എന്നെ പലരും അനുകരിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. പക്ഷെ പെട്ടെന്നൊരെണ്ണം ചെയ്യാൻ പറഞ്ഞപ്പോൾ ആ ഡയലോഗ് എടുത്തിട്ട് ചെയ്തത് അതിനൊരു പ്രത്യേക അഭിനന്ദനം അറിയിക്കുക. താങ്ക് യു. അതുപോലെ എടുത്തു പറയേണ്ടതാണ് സുധീർ പറവൂരിനെ അനുകരിച്ചത്. തിരിഞ്ഞു നിന്നിട്ട് സംസാരിച്ച പെട്ടെന്ന് അയാൾ തന്നെയാണോ തോന്നി. അതുപോലെ പെട്ടെന്ന് നിന്ന് ഷോക്കായി. അത് ഭയങ്കര രസമായിരുന്നു. അത് മാത്രമല്ല ചിരിക്കാനുള്ള സംഗതിയാണ് സെലക്ട് ചെയ്തിട്ട് അത് പെർഫോം ചെയ്തത്. ഉഗ്രനായിരുന്നു കേട്ടോ. താങ്ക് യു. അപ്പോൾ രണ്ടുപേർക്കും അഭിനന്ദനങ്ങൾ. താങ്ക് യു സോ മച്ച്. അഖിലും ശിവദാസും നന്നായിട്ടുണ്ട്, വളരെ ഇഷ്ടമായി. നിങ്ങൾ കണ്ടൊരു പ്രത്യേകത എന്താണെന്നറിയോ? നിങ്ങൾ അവിടെ നിന്ന് നടന്നു വരുമ്പോൾ തന്നെ ഞാൻ ശ്രദ്ധിച്ചു, ഭയങ്കര എനർജറ്റിക് ആയി, ഭയങ്കര പോസിറ്റീവോടുകൂടിയാണ് നിങ്ങൾ വരുന്നത്. കാരണം ഞങ്ങൾ ചെയ്യുന്നത് നന്നാക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് നിങ്ങളുടെ ഫേസിൽ ഉണ്ടായിരുന്നു. വളരെ നന്നായിട്ടുണ്ട് കേട്ടോ. ഓൾ ദി ബെസ്റ്റ്.